ഹലോ എവ്രി വൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ നമ്മളെ MTSC സീരീസിൽ നമ്മളിനി അടുത്ത് നോക്കുന്നത് റാഷണൽ നമ്പേഴ്സ് എന്നുള്ള ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ മെനി 1/10 ഈസ് ദർ ഇൻ 3/4? 3/4 എത്ര 1/10 ഉണ്ട്? നമ്മളെന്താ ചെയ്യേണ്ടത്? 3/4 എത്ര 1/10 ഉണ്ട് കാണണമെങ്കിൽ 3/4 ഡിവൈഡഡ് ബൈ 1/10 ചെയ്താൽ മതി. 3/4 ഡിവൈഡഡ് ബൈ 1/10 എന്ന് പറഞ്ഞാൽ 3/4 ഇൻറ്റു 10/1 ആണ് അല്ലേ? ഡിവിഷൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യുക? അതിൻ്റെ റെസിപ്രോക്കൽ, രണ്ടാമത്തെ നമ്പർ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തോളെ. 10ഉം 4ഉം 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? സോ ഇവിടെ 10 5 ടൈംസ്, 4 2 ടൈംസ്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഈക്വൽ ടു 15/2 വരും. 15/2 വിച്ച് ഈസ് ഈക്വൽ ടു 7.5. ഇവിടെ കറക്റ്റായിട്ടുള്ള വാല്യൂ, ഡെസിമൽ ഇല്ലാത്ത വാല്യൂ വരികയാണെങ്കിൽ അതായിരിക്കും ആൻസർ. ഇനി ഡെസിമൽസ് വന്നാൽ ഇതിലെ ഹോൾ നമ്പർ പാർട്ട് എത്രയാണോ അതായിരിക്കും നമ്മൾ ആൻസർ വരിക. കാരണം 1/10 3/4 എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 7 3/4 ഉണ്ട്. ഓക്കെ, സോറി 7 1/10 ഉണ്ട് 3/4. പിന്നെ എക്സ്ട്രാ കുറച്ച് ഫ്രാക്ഷൻസ് കൂടി ബാക്കി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഡെസിമൽസ് വരുന്നത്. സോ ഇതിൽ ആൻസർ എന്താ വരിക? 7 ആണ് ആൻസർ വരിക. നമ്മൾ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഈസ് ഗ്രേറ്റർ? 4/3 ആണോ 5/4 ആണോ 6/7 ആണോ ഗ്രേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻ? എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിൽ പല മെത്തേഡും ചെയ്യാം. ഫസ്റ്റ് ഒരു മെത്തേഡ് ഉള്ളത്, നമ്മൾ ഇതിൽ ഓരോന്നായിട്ട്, അതായത് രണ്ട് പെയറാക്കി എടുത്തിട്ട് അത് ഏതാണ് കമ്പയർ ചെയ്യുക, ഏതാണ് ഗ്രേറ്റർ. സോ 4/3 5/4, 4/3 5/4 ഞാൻ ആദ്യം എടുത്തു. ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വാല്യൂവിന് ന്യൂമറേറ്ററും സെക്കൻഡ് വാല്യൂവിന് ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 4 16. സിമിലർലി സെക്കൻഡ് വാല്യൂവിനോട് ന്യൂമറേറ്ററും ഫസ്റ്റ് വാല്യൂവിന് ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 5 3 15. ഇതിലേതാണോ ഗ്രേറ്റർ വാല്യൂ ആ ഫ്രാക്ഷൻ ആയിരിക്കും, അതിൻ്റെ മുകളിലെ ഫ്രാക്ഷൻ ആയിരിക്കും ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻ. സോ 4/3 ആണ് 5/4 ഗ്രേറ്റർ. ഇനി സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ 4/3 ആണ് 5/4 ഇനി 6/7 4/3 ആണോ നോക്കുക. 4/3 ആണോ 6/7 ആണോ? 6/7 ആണോ? ആൻഡ് ഇവിടെ ശരിക്കും 4/3 ആണോ 6/7 ആണോ നോക്കേണ്ട ആവശ്യമില്ല. കാരണം 4/3 എന്ന് പറഞ്ഞാൽ എന്താണ്? അൺലൈക്ക് ഫ്രാക്ഷനാണ് അല്ലേ? അതായത് ഇതിന് മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ പറ്റും. 1നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആണ് 4/3. 6/7 എന്ന് പറഞ്ഞാൽ ലൈക്ക് ഫ്രാക്ഷനാണ്. 1നേക്കാളും സ്മോളർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും 6/7 വരിക. സോ എന്തായാലും 4/3 ആണെന്ന് നമുക്ക് ഈസിലി പറയാൻ പറ്റും. എന്തായാലും ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സിമിലർ കേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 7 28, ഇവിടെ 6 3 18. ഇതിലേതാ ഗ്രേറ്റർ? 28 ആണ്. സോ അത് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കാണാം. 7ൻ്റെയും 4ൻ്റെയും 3ൻ്റെയും LCM. ആൻസർ 4 3 12 × 7 84 ആണ് ഇതിൻ്റെ LCM വരിക അല്ലേ? നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിന് LCM വരിക, ഈ ഡിനോമിനേറ്റേഴ്സുള്ള വാല്യൂവിൻ്റെ LCM വരിക 84 ആണ്. ഈ 84 കൊണ്ട് ഓരോ വാല്യൂവിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിൽ ഏത് വാല്യൂ ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അതായിരിക്കും ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള വാല്യൂ. ഇപ്പോൾ ഇവിടെ 4/3 ഞങ്ങൾ 4/3 എക്സാമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ 4/3 ചെയ്തു ഇൻറ്റു 84 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും. ഇത് കട്ട് ചെയ്യുക, ആൻസർ വരും 4 7 28 വരും. ഇനി 28 ചെയ്യുമ്പോൾ ഇവിടെ 28 × 4 ആൻസർ എത്ര വരിക? 28 × 2 56 വരും. സോ 56 × 2 112 വരും. ഇങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂ കാണാം. ഓക്കെ, ഓരോന്നിൻ്റെയും വാല്യൂ കാണാം. എന്നിട്ട് ഏതാണ് ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ അതായിരിക്കും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള വാല്യൂ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡെസിമൽ ഫോം ഓഫ് 3/8 ഈസ് ഡാഷ്. 3/8ൻ്റെ ഡെസിമൽ ഫോം എന്താണ്? ഇവിടെ ഒരു മെത്തേഡ് നമുക്ക് യൂഷ്വലായിട്ടുള്ള നമ്മളെ ലോങ് ഡിവിഷൻ മെത്തേഡ്, അതായത് 3/8 ചെയ്യുക. നമുക്ക് ആൻസർ ഇവിടെ ക്വസ്റ്റ്യനിൽ ഏതാണ് വാല്യൂ കിട്ടുക അതായിരിക്കും ആൻസർ വരിക. ഇനി അതല്ലെങ്കിൽ നമുക്കിവിടെ 1/8ൻ്റെ വാല്യൂ ഈക്വൽ ടു 0.125 ആണ്. ഓക്കെ, 0.125 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ആൻസർ തന്നെ ആയിരിക്കും 0.125 ആണ്. സോ 3/8 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3/8 എന്ന് പറഞ്ഞാൽ 0.125 × 3 ആണ്. 125 × 3 എത്രയാണ് വരിക? 125 × 3 പറഞ്ഞാൽ 375 ആണ്. സോ 0.125 × 3 എന്ന് പറഞ്ഞാൽ 0.375 ആണ്. സോ ആൻസർ 0.375. നമുക്ക് ആൻസർ ചെയ്താൽ യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരും. ഈ നമ്മൾ ഈ ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്താലും ഇത് ആൻസർ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് പെട്ടെന്ന് 1/8 ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചില ഇതിൻ്റെ ഫ്രാക്ഷൻസിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കൽ നമുക്ക് ഈസിയാണ്. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഈസിയാണ്. സോ അതുപോലെ 1/8ൻ്റെ 0.125 ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്തത്. ഇനി 1/9 = 0.11 ആണ്. ഞാൻ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞല്ലോ, അതുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് 1/9ൻ്റെ വാല്യൂ. 1/9 എന്ന് പറഞ്ഞാൽ 0.11 ആണ്. അപ്പോൾ ഇനി 2/9 3/9 ഒക്കെ നമുക്ക് ഈസിയായിട്ട് കാണാൻ പറ്റും. എങ്ങനെ കാണാൻ പറ്റുക?
ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ളതല്ല, ഇത് പറഞ്ഞു തരികയാണ്. ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള തന്നെയാണ്. ഇവിടെ 4/9 വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 4/9 വാല്യൂ ആണ്. 1/9 വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതിന് തന്നിട്ടില്ലെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. 1/9 വാല്യൂ 0.111 ആണ് അല്ലേ. അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് എൻഡ് ചെയ്യാതെ പോകുന്നതാണ് 0.11. സോ അങ്ങനെയാണെങ്കിൽ 2/9 വരുന്നത് എത്രയായിരിക്കും ഓരോ? ഇവിടെ 0.2222 അല്ലേ. 0.111 നമ്മൾ ആഡ് ചെയ്യാൽ എത്ര ഇരിക്കുന്നത്? 0.22. അതുപോലെ ഇനി ഇവിടെ 4/9 വാല്യൂ വെച്ചത് 4/9 എത്രയായിരിക്കും? 0.44444 എന്നുള്ള രൂപത്തിലായിരിക്കും. ക്ലിയർ ആയോ? സോ ആൻസർ എന്തായാലും ഇവിടെ ഓപ്ഷൻ സി ആണ് വരിക. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കുക കുറച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈസിയായ ഒരു കാര്യമാണ്. 1/9 വാല്യൂ 0.11 ആണ്. 1/11 വാല്യൂ നേരെ തിരിച്ചാണ് വരിക. അതായത് ഇപ്പോൾ ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം 1/9 വാല്യൂ 0.11 ആണ്. അതേപോലെ 1/11 വാല്യൂ വരിക 0.0999 അല്ല 090909 എന്നുള്ള രൂപത്തിലായിരിക്കും വരിക. ഇനി അതുപോലെ 2/11 കാണണമെങ്കിൽ 9 മൾട്ടിപ്പിൾ നോക്കുക. 9 × 2 എത്ര? 18 അല്ലേ. സോ എന്താ ആൻസർ വരിക? 0.181818 എന്നുള്ള രൂപത്തിലായിരിക്കും. 3/11 എന്ന് പറഞ്ഞാൽ 9 × 3 എത്ര? 27 അല്ലേ. സോ 0.2727 എന്നുള്ള രൂപത്തിലാണ് വരിക. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. സോ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക 0.444 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡെസിമൽ ഫോം ഓഫ് 1/3. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ സേർ ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ ആൻസർ പറയാം. എന്താണ് നിങ്ങൾക്ക് ആൻസർ? 1/3 വാല്യൂ എന്താണ്? ഇത് അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ നോർമൽ ഡിവിഷൻ മെത്തേഡ് 1/3 ചെയ്ത് നോക്കുക. 1/3 ചെയ്യുക. 1/3 ചെയ്ത് നോക്കുക. ആൻസർ കിട്ടും എന്തായാലും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.